ചിക്കമഗളൂരുവിൽ വെച്ച് കാണാതായ ഒറ്റപ്പാലം കടമ്പഴിപ്പുറം സ്വദേശിയായ ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തിയെന്ന വാർത്ത വരുന്നു. ശ്രീനന്ദയ്ക്ക് വേണ്ടി വലിയ തെരച്ചിലാണ് നടത്തിയത്. ഒരുപാട് പ്രാർത്ഥനകൾ പെൺകുട്ടിക്ക് വേണ്ടി ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം വ്യർത്ഥമായിരിക്കുന്നു. ഇപ്പോൾ ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തിയെന്ന വാർത്തയാണ് വരുന്നത്. ആ പ്രതീക്ഷകളും പ്രാർത്ഥനകളും ഒക്കെ വിഫലമാക്കിക്കൊണ്ട് ഇപ്പോൾ ശ്രീനന്ദയുടെ മൃതദേഹം കിട്ടി എന്നാണ് ലഭിക്കുന്ന വിവരം. 1500ഓളം അടി താഴ്ചയിൽ നിന്ന് മാണിക്യധാര വെള്ളച്ചാട്ടത്തിന് തൊട്ടടുത്ത് നിന്നാണ് മൃതദേഹം കണ്ടെത്തിയതെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ജില്ലാ കളക്ടറും അതുപോലെ തന്നെ ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ഈ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഏതായാലും ഇന്ന് രാവിലെ മുതൽ നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. ഈ മുകളിൽ നിന്ന്, അതായത് കഴിഞ്ഞ ദിവസം ഈ മാണിക്യധാര വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് പരിശോധനകൾ നടത്തിയിരുന്നു. അത് അപ്പോൾ ഒന്നും കണ്ടെത്താനായില്ല. പക്ഷേ ഇന്ന് വീണ്ടും ആ പ്രദേശത്ത് കൂടുതൽ തിരച്ചിൽ നടത്തിയപ്പോഴാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. ഏതാണ്ട് ഈ ബാബ ബുഡാൻഗിരിയിൽ നിന്ന് 1500 അടി താഴേച്ചയിലേക്ക് കുട്ടി വീണു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും അറിയേണ്ടിയിരിക്കുന്നു. ഇന്ന് 100-അംഗ ടാസ്ക് ഫോഴ്സാണ് ഇന്ന് ഈ പരിശോധനകൾ നടത്തിയത്. വനംവകുപ്പിൻ്റെയും പോലീസിൻ്റെയും നാട്ടുകാരുടെയും സംയുക്തമായിട്ടുള്ള പരിശോധനയാണ് ഇന്ന് ഈ ബാബ ബുഡൻഗിരിയുടെ താഴ്വാരത്ത് നടന്നത്. അതിനൊടുവിലാണ് ഇപ്പോൾ 1500 അടി താഴ്ചയിൽ നിന്ന് ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്.